മലയാളത്തിൽ അടുത്തിടെ ഇറങ്ങിയ വ്യത്യസ്തതയാർന്ന ചിത്രം മേൽവിലാസം സംവിധാനം ചെയ്ത ശ്രീ മാധവ് രാംദാസിനാണ് ഫോറം കേരളത്തോട് ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. നമസ്കാരം സാർ. നമസ്കാരം. മേൽവിലാസം എന്ന ചിത്രം ശ്രീ സൂര്യ കൃഷ്ണമൂർത്തിയുടെ പ്രസിദ്ധമായ നാടകത്തെ അവലംബിച്ചുകൊണ്ട് താങ്കൾ സംവിധാനം ചെയ്ത ചിത്രം പ്രേക്ഷകരുടെ ഒന്നടങ്കം മികച്ച അഭിപ്രായമാണ് നേടുന്നത്. ഇങ്ങനെ ഒരു ചിത്രത്തിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് എന്നൊന്ന് വിശദീകരിക്കാം. എന്തായാലും പ്രേക്ഷകരുടെ അഭിനന്ദനങ്ങൾക്ക് എന്റെ വളരെയധികം താങ്ക്സ്. എന്റെ ഈ നാടകം കാണാൻ യാദൃശ്യമായിട്ട് കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അത് കണ്ടപ്പോ എന്നെ ഇത് ഈ പ്രേക്ഷകർക്ക് ഉണ്ടായ അതേ അനുഭവം എനിക്ക് ആ നാടകം കണ്ടപ്പോ ഉണ്ടായി. അതാണ് ഒന്നുണ്ടായത്. അപ്പൊ അത് ഒരു സിനിമയിലേക്ക് ആക്കിയാൽ എത്രത്തോളം ഉണ്ടാവുമെന്ന് ഞാൻ ചിന്തിച്ചു. അതിനുശേഷം ഞാൻ കുറച്ച് സ്റ്റേജുകൾ പോയി കണ്ടതിന് ശേഷമാണ് എനിക്ക് കൂടുതൽ അതിന്റെ ഒരു സാധ്യത തോന്നിയത്. അതുകൂടെ ഞാൻ മൂർത്തി സാറുമായിട്ട് സംസാരിച്ചു. ഇങ്ങനെ സിനിമ ആക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അതിനുള്ള അനുമതി തന്നു. എനിക്ക് ചെയ്തോളാൻ തന്നു അനുമതി തരികയുണ്ടായത്. ഒപ്പം തന്നെ അദ്ദേഹം ചില കണ്ടീഷൻസ് വെച്ചു. ആ കണ്ടീഷൻസ് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ ആ സിനിമ എടുക്കാൻ തയ്യാറാണെന്ന് ഞാൻ മൂർത്തി സാറിനോട് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോയത്. അടുത്ത മേൽവിലാസം എന്ന ചിത്രത്തിന്റെ പ്രാധാന്യം എന്താണ്? ഈ ചിത്രത്തെ കുറിച്ച് പ്രേക്ഷകരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? മേൽവിലാസം എന്ന സിനിമയ്ക്ക് ഉള്ളിലുള്ള കുറെ പബ്ലിക് ഇഷ്യൂസ് ഉണ്ട്. ആ ഇഷ്യൂസുകളെല്ലാം റെലവെന്റ് ഇഷ്യൂസ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോഴും പ്രസന്റിൽ നടക്കുന്നു, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. റീസെന്റ് ആയിട്ടുണ്ടായിരുന്ന ചില ഇൻസിഡന്റുകൾ പോലും ഇതുമായിട്ട് റിലേറ്റഡ് ആണെന്ന് കേൾക്കുമ്പോൾ അത് കൂടുതൽ എനിക്ക് സന്തോഷം തോന്നുകയും ചെയ്യുന്നത്. അത് കാരണം ഞാൻ ഇത്രയൊരു 76 നടക്കുന്ന ഒരു സിനിമയായിട്ടാണ്, ഒരു സംഭവമായിട്ടാണ് സിനിമ ശരി കണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഒരു ഇഷ്യൂസ് ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോഴും ഉണ്ട്. അതിന്റെ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ഒരു മാസത്തിനകത്തുണ്ടായ ചില ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അത് ഇപ്പോഴും ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലും ഇത് തീർച്ചയായിട്ടും അതിൽ പ്രതിപാദിക്കുന്ന വിഷയം പ്രാധാന്യം അറിയിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ചിത്രം എന്തിനെയാണ് അല്ലെങ്കിൽ ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ഈ പുതിയ വരുന്ന ജനറേഷൻ, പുതിയ ഫെയ്ത്തോട് വരുന്ന ഒരു ജനറേഷൻ, അതിന് വളരെ സീരിയസ് ആയിട്ടുള്ള ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന പല സിനിമകൾ അവർ റിജക്ട് ചെയ്യുന്നുണ്ടായിട്ടുള്ളതാണ് തോന്നിയത്. ഒരുപക്ഷെ അത് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവര് ചിലപ്പോൾ ഒരുപക്ഷെ അത് ഈ സിനിമ പ്രസന്റ് ചെയ്യുന്ന ശൈലി അവർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കും. അല്ലാതെ അവർക്ക് ആ സബ്ജക്റ്റിനോടുള്ള ഇഷ്ടക്കേട് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ അതിന്റെ ആ ഒരു ഇത് ഞാൻ മനസ്സിലാക്കിയിട്ട് ഇതിൽ പറയുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം, ആ പറയുന്ന ശൈലി ഇത്തിരി പുതിയ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലാക്കിയത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്രയധികം പ്രേക്ഷകരെ അതിനെ അംഗീകരിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു പുതിയ ജനറേഷന് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് പുതിയ പ്രേക്ഷകന് വേണ്ടി അവതരിപ്പിച്ചതായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ട പ്രേക്ഷകർ ഒന്നടങ്കം ഈ ചിത്രത്തെ കുറിച്ച് വളരെ മികച്ച അഭിപ്രായമാണ് പറയുന്നത്. പക്ഷെ അതിനനുസരിച്ച് തിയേറ്ററിൽ ഈ ചിത്രത്തിന് ചലനം സൃഷ്ടിക്കാൻ കഴിയുന്നില്ല എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പ്രേക്ഷകന്റെ മാറിയ ഒരു അഭിരുചിയുടെ ഭാഗമായിട്ടാണോ താങ്കൾ ഇതിനെ കാണുന്നത്? ഒന്ന് എനിക്ക് തോന്നുന്നത് ഇത് മാർക്കറ്റ് ചെയ്യപ്പെട്ട രീതിയും മാർക്കറ്റ് ചെയ്യപ്പെടേണ്ട സമയത്തിന്റെ പ്രശ്നമായിരിക്കാം ഈ സിനിമ ചലനം സൃഷ്ടിക്കാതെ ഇതിനേക്കാൾ അധികം ചലനം സൃഷ്ടിക്കേണ്ടിയിരുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയ്ക്കധികം പബ്ലിക് ഒപ്പീനിയൻ മനസ്സിലാക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഓരോ സ്ഥലത്തു നിന്ന് കിട്ടുന്ന എനിക്ക് റെസ്പോൺസ് കിട്ടുമ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയും അത് ഒരുപാട് പേര് കാണാൻ ആഗ്രഹിക്കുകയും കാണേണ്ടതുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പോഴത്തെ
ഞാൻ പറഞ്ഞ ഈ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ അവര് പല എക്സാം അങ്ങനത്തെ എക്സാമുമായിട്ടുള്ള പല ആൾക്കാർ എൻഗേജാണ്, വേറെ കുറെ കാര്യങ്ങളുമായിട്ട് എൻഗേജാണ്. ഈ ഒരു സമയമല്ല ആയിരുന്നില്ല ഇത് റിലീസ് ചെയ്യേണ്ടിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് പിന്നെ ഒന്ന് ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് ഇത്. കാരണം ഈ സിനിമയുടെ സ്പെഷ്യാലിറ്റീസ് എല്ലാം പബ്ലിക്കിനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണമായിരുന്നു ഈ സിനിമ റിലീസ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അതെവിടെ അതും ഇത്തിരി അതിന്റെ ഒരു മാർക്കറ്റിംഗ് പ്രശ്നം കാരണം കൊണ്ട് ഇത്തിരി രഹസ്യമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തുടക്കത്തില്. അപ്പൊ അതും അതൊരു പരിധിവരെ പ്രേക്ഷകനെ ഇതിൽ നിന്ന് അകറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. താങ്കൾ ഒരു പുതുമുഖ സംവിധായകനാണ്. ഒരു സംവിധായകൻ എന്ന നിലയിൽ താങ്കളുടെ ആദ്യ ചിത്രം പ്രേക്ഷകരുടെ പ്രശംസ നേടിക്കഴിഞ്ഞു. ഒരു മികച്ച ചിത്രം എന്ന അഭിപ്രായം ആണ് മേൽവിലാസത്തിനെ കുറിച്ച് ലഭിക്കുന്നത്. താങ്കളുടെ സങ്കല്പത്തിലുള്ള ഒരു നല്ല സിനിമയെ താങ്കൾ എങ്ങനെയാണ് നിർവചിക്കുന്നത്? നല്ല സിനിമ അതിന്റെ ഉള്ളില് തീർച്ചയായിട്ടും കാണുന്ന പ്രേക്ഷകനെ എവിടെയെങ്കിലും സംവേദിക്കാൻ അയാളുടെ സറൗണ്ടിങ്സിലെ എന്തെങ്കിലുമൊക്കെ ആശയങ്ങളോ അല്ലെങ്കിൽ അവര് കണ്ടെത്തുന്ന അല്ലെ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങളോ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു പ്രധാന ഘടകമാണ്. അത് എന്ത് വിഷയമായാലും, വളരെ സ്ട്രോങ് ആയിട്ടുള്ള വിഷയമായാലും ലൈറ്റ് ആയിട്ടുള്ള വിഷയമായാലും എന്ത് വിഷയമായാലും അവർക്ക് കൂടി അത് കൺവിൻസ് ആവണം ആ പറയുന്ന വിഷയം ആണെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമയ്ക്ക് ഒരു പ്രാധാന്യം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ ഏതെങ്കിലും ചിത്രങ്ങളെ കുറിച്ചുള്ള ആലോചനകൾ ഇപ്പോൾ ഉണ്ടോ? ഇപ്പൊ പ്രസന്റ്ലി ഞാൻ ഒന്നിനെ കുറിച്ചും ചിന്തിച്ചില്ല. കാരണം ഈ മേൽവിലാസം ഇനിയും ഒരുപാട് യാത്ര ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതിന്റെ ഒരു ഇതിലാണ് ഞാനിപ്പോ. കാരണം ഈ സിനിമ ഇതുകൊണ്ട് റിലീസ് ചെയ്തു ഇവിടെ പ്രേക്ഷകർ കണ്ടു. അതല്ല, ഈ സിനിമ മലയാള സിനിമ എന്ന് പറയുന്ന ഈ കേരളം എന്ന് പറയുന്ന കുറച്ച് സ്ഥലത്ത് നിന്ന് വളരെ എത്രയോ പ്രഗത്ഭരായുള്ള സംവിധായകർ ഇവിടുന്ന് വളരെ വലിയ വലിയ സിനിമകളുമായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ഈ ചെറിയ സിനിമയായിട്ട് എനിക്കും അതുകൂടെ പല സ്ഥലങ്ങളിലും ഈ സ്ഥലത്ത് നിന്ന് ഒരു സിനിമ എത്തിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അതുമായിട്ട് ഞാൻ എന്തായാലും യാത്ര തുടരാനാണ് എന്റെ പരിപാടി. അപ്പൊ അതുകൊണ്ട് അടുത്ത സിനിമയെ കുറിച്ച് ഞാൻ അത്ര ചിന്തിച്ചില്ല. ഇനി ഒരു പക്ഷെ ഒരു ഇതേപോലെ തന്നെ ഒരു അത്ഭുതമായിട്ടുള്ള സംഭവം എന്റെ മുന്നിൽ വന്നു പെടും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ. അത് പെടുകയാണെങ്കിൽ ഉടനെ തന്നെ ഞാൻ ആ സിനിമയെ കുറിച്ച് ആലോചിക്കും. ഞങ്ങളോട് ഇത്ര നേരം സംസാരിക്കുന്നതിന് സമയം മാറ്റിവെച്ചതിന് വളരെ നന്ദി. മേൽവിലാസം പ്രേക്ഷകർ ഏറ്റെടുത്ത മേൽവിലാസം ഒരു വിജയമായി മാറട്ടെ. താങ്കൾക്ക് നിരവധി അംഗീകാരങ്ങൾ ലഭിക്കട്ടെ. ഇത്തരം ചിത്രങ്ങൾ വീണ്ടും സംവിധാനം ചെയ്യുവാനുള്ള അവസരങ്ങൾ താങ്കൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എല്ലാ പ്രേക്ഷകരോടും എനിക്ക് നന്ദിയുണ്ട്. കാരണം ഈ സിനിമ ഇത്രയ്ക്കും പ്രശംസയിൽ എത്തിച്ചതിന്റെ പ്രധാന ഉത്തരവാദിത്വം അവർ തന്നെയാണ്. അതുകൊണ്ട് അവരോട് എനിക്ക് കടപ്പാട്. ഇതിനു വേണ്ടി ഇങ്ങനൊരു മാർക്കറ്റിംഗ് സ്റ്റൈലിൽ പ്രസന്റ് ചെയ്യുന്ന നിങ്ങളോടും എനിക്ക് വളരെ നന്ദിയുണ്ട്. നിങ്ങളും ഇനിയും ഇതേപോലുള്ള സിനിമകൾ വളരെ വൻ വിജയത്തിലേക്ക് എത്തിക്കാൻ നിങ്ങളുടേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള കഴിവോടുകൂടി ചെയ്യണം എന്ന് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് എന്റെ നന്ദി അറിയിക്കുന്നു. മേൽവിലാസം എന്ന ചിത്രത്തിൽ ഒരു ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച സീരിയൽ രംഗത്തും സിനിമാ രംഗത്തും ഏറെ പ്രശസ്തനായ ശ്രീ കൃഷ്ണകുമാർ ഈ ചിത്രത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു. നമസ്കാരം ശ്രീ കൃഷ്ണകുമാർ. നമസ്കാരം. ഈ മേൽവിലാസം എന്ന ചിത്രത്തിലേക്ക് താങ്കൾ എങ്ങനെയാണ് എത്തപ്പെട്ടത്? ഇതിലെ താങ്കളുടെ കഥാപാത്രത്തെക്കുറിച്ചും ഈ സിനിമയെക്കുറിച്ചും താങ്കൾക്ക് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? മേൽവിലാസം നല്ലൊരു സിനിമയാണ്. സ്വാഭാവികമായിട്ടും എല്ലാവരും സിനിമ എടുക്കുമ്പോൾ നല്ല സിനിമ ഉണ്ടാക്കാനും ഹിറ്റ് ഉണ്ടാക്കാനും വേണ്ടി തന്നെ എടുക്കുന്നത്, ആരും മോശം എടുക്കുന്നില്ല. അപ്പൊ അതുപോലെ തന്നെ ഇതും നല്ലത് തന്നെയാണ്. പക്ഷെ എനിക്ക് ഈ സിനിമയെ പറ്റി ഒരു മുൻവിധി ഒന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ തമിഴില് വിക്രത്തിന്റെ പടം ദൈവ തിരുമകൾ നിന്ന് ആ പടത്തിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഊട്ടിയിലായിരുന്നു. അവിടെ ഇരിക്കുമ്പോഴാണ് വിളി വരുന്നതും അവിടെ ആള് വന്ന് കാണുന്നതും ഇതിന്റെ മറ്റു കാര്യങ്ങളിലോട്ട് കിടക്കുന്നതും. അപ്പൊ എന്നോട് പറഞ്ഞു വെച്ചാൽ ഒരു 6 ദിവസമേ വരൂ. അപ്പൊ ഞാൻ വെച്ചാൽ 6 ദിവസമാണെങ്കിൽ നല്ല കഥാപാത്രമായിരിക്കും. അപ്പൊ പറയുന്നു ഷൂട്ടിങ് 10 ദിവസമേ ഉള്ളൂ. ഞാൻ വെച്ചാൽ എന്ത് സിനിമയാണ് അത്? അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. തികച്ചും വ്യത്യസ്തമായ ഒരു സംഭവമാണ്. ഇതിനകത്ത് പാട്ടില്ല, ഫൈറ്റ് ഇല്ല, ഡാൻസ് ഇല്ല, നായികമാരില്ല. ഇതൊരു മിലിറ്ററി പശ്ചാത്തലത്തിൽ, അതായത് കൃത്യമായി പറഞ്ഞാൽ മദ്രാസ് റെജിമെന്റിന്റെ അകത്ത് നടക്കുന്ന ഒരു കോർട്ട് മാർഷലാണ്.
ഒരു അവിടെ നടന്ന ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട ഒരു വിചാരണയുമായി ബന്ധപ്പെട്ട് ആണ് ഈ സിനിമ പോകുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് അങ്ങനെ, അപ്പൊ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ സാരമില്ല, എനിക്ക് കേട്ടപ്പോൾ പക്ഷെ ഒരു സുഖവും തോന്നി. ഈ കഥാപാത്രത്തിനെ പറ്റി, അതായത് ബി.ഡി. കപൂർ, ക്യാപ്റ്റൻ ബി.ഡി. കപൂർ നിന്ന് വളരെ ഒരു ക്രൂരനായ ഒരു കഥാപാത്രമൊക്കെയാണ് ഞാൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം വളരെ സ്പിരിറ്റ് കൂട്ടി ജാതി ഇത് വെച്ച് ഇദ്ദേഹത്തിന്റെ കീഴ് ഉദ്യോഗസ്ഥരെ വല്ലാതെ ഹരാസ് ചെയ്യുക, അങ്ങനത്തെ ഒരു. എന്നാൽ ഇയാൾക്ക് എല്ലാത്തിനും ന്യായീകരണമുണ്ട്. അയാള് ഞാൻ ഇത് ചെയ്യുന്നെങ്കിൽ ഇതാണ് അതിന് കാരണം എന്നൊക്കെ പറഞ്ഞു. ഇയാൾക്കൊന്നും തെറ്റായിട്ട് തോന്നുന്നു, ഇയാൾക്ക് എല്ലാം ശരിയായിട്ട് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഈ സിനിമയിലോട്ട് വരുന്നത്. വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ വരുമ്പോൾ അറിയുന്നു ഇത് ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി, അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ മേൽവിലാസം നാടകമുണ്ട്. 10,000-ഓളം വേദികളിലും പല രാജ്യങ്ങളിലുമായി അദ്ദേഹം കാണിച്ച് വളരെയധികം പേരും പ്രശസ്തിയും നേടിയ ഒരു നാടകത്തെ അതിനെ ആസ്പദമാക്കിയാണ് സിനിമ ചെയ്യുന്നത്. ഡയറക്ട് ഇന്നാളാണ് പ്രൊഡ്യൂസർ വന്നിട്ട് മാർക്ക് മൂവീസിന് വേണ്ടി മിസ്റ്റർ സലീമും രാജേന്ദ്രനാണ്. സുരേഷ് ഗോപിയുണ്ട്, പാർത്ഥിവനുണ്ട്, തലൈവാസി വിജയൻ, നിഴൽ രവി, അശോകൻ, ഇങ്ങനെ വലിയൊരു താരനിരയുണ്ട്. പക്ഷെ ഇത്രയും പേരേ ഉള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നു യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് ഹോസ്റ്റലിന്റെ വലിയൊരു ഹാള്. അതിനെ അതിമനോഹരമായിട്ട് ഇതിന്റെ ആർട്ട് ഡയറക്ടർ ഒരു കോടതി ആക്കിയിരിക്കുന്നു. അവിടെ വരുന്നു, അഭിനയിക്കാൻ തുടങ്ങുന്നു. ഒന്നും പിടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ കൊണ്ട് മാത്രമാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് സീൻസ് കാണിക്കുന്നില്ല. അതായത് ഫോർ എക്സാമ്പിൾ ഇന്നാളെ വെടിവെച്ചിട്ട സംഭവം, അതിനെ തുടർന്ന് ഈ വെടിവെക്കുന്നൊന്നും കാണിക്കുന്നില്ല. ഇതെല്ലാം പറയുകയാണ്. അതിന്റെ വിചാരണ, ശക്തമായ വാക്കുകൾ, നല്ല ബ്യൂട്ടിഫുൾ സീൻസ് ആണ്, വെരി ക്രിസ്പ്. മൊത്തത്തിൽ ഈ പടം വന്ന് 1 മണിക്കൂർ 40 മിനിറ്റേ ഉള്ളൂ. അപ്പോ ഈ 1 മണിക്കൂർ 40 മിനിറ്റ് കാണുന്ന പ്രേക്ഷകരെ ബോറടിപ്പിക്കാതെ കൊണ്ടുപോകണമെങ്കിൽ അതിഭയങ്കരമായ സ്ക്രിപ്റ്റും അതിന്റെ പിന്നിലുള്ള വാക്കുകൾ അതിസുന്ദരമായിരിക്കണം, സൂക്ഷിച്ചായിരിക്കണം ചെയ്തിരിക്കുന്നത്. അത് നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അതിന്റെ വിജയവും കണ്ടിട്ടുണ്ട്. കാരണം തിയേറ്ററിൽ പോയി ഞാൻ ഈ പടം കണ്ടപ്പോഴാണ് ഇതിന്റെ എഫക്റ്റ് മനസ്സിലായത്. പ്രത്യേകിച്ച് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിരിക്കുന്ന സാം കോട്ടൂരിനെ അഭിനന്ദിക്കണം, സാംസൺ കോട്ടൂർ. കാരണം ഇതിനകത്ത് പല രംഗങ്ങളിലും വെടിയേറ്റ് വീണ കഥയും, അവർ ബുള്ളറ്റിൽ വന്ന് ബുള്ളറ്റ് അവിടെ നിർത്തിയപ്പോൾ ഗാർഡ് അവിടെ നിന്ന് ചലഞ്ച് ചെയ്യാതെ വെടിയേറ്റ്, ആ വെടിയേറ്റാണ് മോഹനപുരം വീണത് എന്നൊക്കെ പറയുമ്പോൾ ഇത് കാണുന്ന പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിൽ മനോഹരമായി ബാക്ക്ഗ്രൗണ്ട് സ്കോറും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പടം കണ്ടിറങ്ങുമ്പോൾ വല്ലാതൊരു ഒരു ടച്ചിങ് ഒരു സംഭവം ഉണ്ട് മനസ്സിൽ. വല്ലാതെ ഒരു വിങ്ങലോടുകൂടി തിയേറ്ററിൽ ഇറങ്ങുന്നത് മനോഹരമായൊരു സിനിമയാണ്. മലയാളത്തിൽ വളരെ നാൾക്ക് ശേഷം ഒരു വ്യത്യസ്തത ഉള്ളത്. എല്ലാ സിനിമകളും വ്യത്യാസം പറയാറുണ്ട്, പക്ഷെ ഇതിൽ നല്ല ഒരു പുതുമയാർന്നൊരു സാധനത്തെ നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് എനിക്ക് പടത്തെ പറ്റി പറയാനുള്ളത്. അതുപോലെ ഈ ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും താങ്കൾക്ക് ലഭിച്ച ഒരു പ്രതികരണം എങ്ങനെയാണ്? താങ്കളുടെ കഥാപാത്രത്തെക്കുറിച്ചും ചിത്രത്തെക്കുറിച്ചും പ്രേക്ഷകരിൽ നിന്ന് എന്തുതരം പ്രതികരണമാണ് താങ്കൾക്ക് ലഭിച്ചത്? അതിലൊരു സന്തോഷവും വിഷമവും കലർന്നൊരു സംഭവമുണ്ട്. അതായത് ഒന്ന്, ഈ ചിത്രം കണ്ടവരിൽ എന്നെ അറിയാവുന്നവരോ അല്ലെങ്കിൽ ഞാൻ തിയേറ്ററിൽ എന്നെ അവിടെ വെച്ച് കാണുന്നവരോ ഏറ്റവും നല്ല അഭിപ്രായം പറഞ്ഞു. വളരെ നാളുകൾക്ക് ശേഷം വളരെ നല്ലൊരു സിനിമ കാണാനായി. പക്ഷേ അതിന്റെ എണ്ണത്തിൽ, ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റിയിലാണ് ബിലീവ് ചെയ്യുന്നെങ്കിൽ ചില നേരത്തെ നമുക്ക് ക്വാണ്ടിറ്റി വേണം. കാരണം തിയേറ്റർ നിറഞ്ഞു കവിയണം. അവിടെയാണ് പ്രൊഡ്യൂസറിന്റെ ഒരു സാമ്പത്തിക വിജയം. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ മദ്രാസിൽ നിന്ന് കഴിഞ്ഞ ദിവസം എനിക്ക് ഫോൺ വരുന്നു, അതിൽ സ്ക്രീനിങ് നടത്തി. ടൈംസ് ഓഫ് ഇന്ത്യയുടെ മിസ്റ്റർ അദ്ദേഹത്തിന്റെ പേര് കേട്ടത് വിട്ടുപോയി. അദ്ദേഹത്തിന്റെ എന്നെ വിളിച്ച് പറയുന്ന കമന്റ്സ് കേട്ട് നമ്മൾ ശ്രീധർ പിള്ളை, ടൈംസ് ഓഫ് ഇന്ത്യ അവിടുത്തെ ചീഫ് കറസ്പോണ്ടന്റ്, ഞാൻ വിളിച്ച് പറയുന്നു, ഇത്രയും നല്ലൊരു സിനിമ വന്നിട്ട് എന്താണ് നിങ്ങൾ എന്നെ അറിയിക്കാതിരുന്നത്? അപ്പോ ഇതിന്റെ സന്തോഷകരമായ ഭാഗം വെച്ചാൽ കണ്ടവർ മുഴുവൻ ഒരു സംശയം പോലും ഇല്ലാതെ ഏറ്റവും നല്ല അഭിപ്രായം പറയുന്നു. പക്ഷെ കണ്ടവരുടെ അളവ് കുറഞ്ഞു. അതിന്റെ പരസ്യത്തിൽ വന്ന പോരായ്മ എന്താണെന്ന് എനിക്ക് അറിയില്ല. അതൊരു വിഷമം ഉണ്ടാക്കി. അതുകൊണ്ട് ഇതിന്റെ നല്ല അഭിപ്രായം കിട്ടുമ്പോൾ, ഒരു നല്ല ചിത്രത്തെ പറ്റി നല്ല അഭിപ്രായം കിട്ടിയിട്ട് അതിന് ആള് കാണാനില്ല എന്ന് കേൾക്കുമ്പോൾ ദുഃഖവും ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രതികരണം രണ്ടു തരത്തില, സന്തോഷവും ദുഃഖവും. താങ്കൾ പറഞ്ഞതുപോലെ ഈ ചിത്രത്തിന് വളരെയധികം നല്ല പ്രതികരണം ലഭിച്ചിട്ടും ആളുകൾ തിയേറ്ററിൽ അതിനനുസരിച്ച് എത്തുന്നില്ല എന്ന് ഉള്ള കാര്യമാണ് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന മലയാള സിനിമയിൽ ഈ വ്യത്യസ്തങ്ങളായ പ്രമേയങ്ങളൊക്കെ വരുമ്പോൾ പ്രേക്ഷകൻ അതിനെ വേണ്ട വിധത്തിൽ സ്വീകരിക്കുന്നില്ല എന്നാണോ ഇത് സൂചിപ്പിക്കുന്നത്? ഇത് പ്രേക്ഷകരുടെ മനോഭാവത്തിൽ വന്ന ഒരു മാറ്റമായി താങ്കൾ ഇതിനെ കാണുന്നുണ്ടോ? ഇല്ല, ഞാൻ ഒരിക്കലും പ്രേക്ഷകരെ നമുക്ക് ഒരു കാരണവശാൽ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. എന്തുകൊണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ അതിന്റെ ഉത്തരം നമുക്ക് ഉടനെ കിട്ടും. കാരണം ഒരു സംഭവം നടക്കുമ്പോൾ അത് അറിയിക്കേണ്ട ചുമതല ഇതിന്റെ പിന്നിലുള്ളവരാണ്. ഫോർ എക്സാമ്പിൾ,
ഏറ്റവും നല്ല ഉദാഹരണം പറയട്ടെ, നമ്മൾ കമ്പയർ ചെയ്യില്ല. ഇപ്പൊ മലയാളികൾ നമ്മളെ ഇത്തരം ചിത്രങ്ങൾ കൈവിടുന്നു ചോദിച്ചാൽ ഒരിക്കലുമില്ല. പണ്ടത്തെ മലയാളികളാണ് ഈ പുതുമയാർന്ന ചിത്രങ്ങൾ ഏറ്റവും കൂടുതൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ പോലും എടുത്തു നോക്കുക, കേരള കഫേ എന്ന് പറഞ്ഞ രഞ്ജിത്ത് ഒരു പരീക്ഷണം നടത്തി. രഞ്ജിത്ത് പ്രശസ്തനായ ഡയറക്ടറാണ്, ഇതൊക്കെ. പക്ഷെ എങ്കിൽ പോലും 10 ഡയറക്ടേഴ്സ് വെച്ചിട്ട് പടം ചെയ്യുമ്പോൾ ആൾക്കാർ ഒരു ശങ്കയുമില്ല തിയേറ്ററിലോട്ട് പോയി ഭയങ്കര ഹിറ്റായിട്ട് പടം ഓടി. അതിനുശേഷം എടുത്ത മറ്റൊരു തവണ പ്രാഞ്ചിയേട്ടൻ, അതിനുശേഷമാണ് ട്രാഫിക്. ഇതെല്ലാം എടുത്തു നോക്കിയാൽ വ്യത്യാസങ്ങളും കുറച്ച് റിസ്ക് ഉണ്ടായിരുന്ന സാധനങ്ങൾ വരും. അതിഭയങ്കര വിജയങ്ങളായിരുന്നു. അപ്പൊ അത് എന്തുകൊണ്ടാണ്? അവർ അതിൻ്റെതായ രീതിയിൽ ഇതിനെ മാർക്കറ്റ് ചെയ്തു, ഏറ്റവും നല്ല രീതിയിൽ പ്രൊമോഷൻ കൊടുത്ത് പടം ഇറങ്ങുന്നതിന് മുമ്പ് ആൾക്കാരിൽ ഒരു അവയർനെസ് വരുത്തി ഇതിലെന്തോ ഉണ്ട്, നമ്മൾ കാണേണ്ടതാണ് എന്ന് വരുത്തി തീർത്തു. അപ്പോ എല്ലാം എന്താണ്, നമ്മൾ എങ്ങനെ ഒരു സാധനത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇതിപ്പോ എന്താ സംഭവിച്ചത്? ഈ പടം റിലീസായ ദിവസം ഒരു പോസ്റ്റർ ഇല്ലായിരുന്നു. അപ്പോ ജനം അറിയാത്തൊരു സാധനം എങ്ങനെ ജനത്തിന് നമ്മൾ പ്രതീക്ഷിക്കാം? മൗത്ത് പബ്ലിസിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഈ ജനം അവിടെ വരണമല്ലോ, അവരുടെ വൈകുന്നേരം മൗത്ത് പബ്ലിസിറ്റി പോകുന്നു. അപ്പൊ അതിനകത്ത് എന്റെ കണക്കൂട്ടിൽ ഇതിന്റെ അണിയറ പ്രവർത്തകരിൽ വന്നൊരു വീഴ്ചയായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അതിനെ പ്രേക്ഷകരെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ കണ്ടവരെല്ലാം നല്ലത് പറയുന്നുള്ളൂ. അപ്പൊ എവിടെന്നോ എന്നെ അറിഞ്ഞാണ് പലരും പോയിട്ടുണ്ട്. എന്നിട്ട് പലരും വിളിച്ചു ചോദിച്ചു, നിങ്ങളെ പടം റിലീസായല്ലേ? അപ്പൊ അത് പ്രേക്ഷകർ നമുക്ക് ഒരിക്കലും അതിനകത്ത് കുറ്റപ്പെടുത്താനില്ല. എവിടെയാണ് വീഴ്ചത് കൃത്യമാണ്. അത് ഇനി പരിഹരിച്ച് മുന്നോട്ട് പോയാൽ ഇനി ഈ പടത്തിൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല. എങ്കിൽ പോലും ഇനി അങ്ങനെ വരാൻ നോക്കാൻ നമ്മൾ മലയാള സിനിമയിലുള്ള അണിയറ പ്രവർത്തകർ ശ്രദ്ധിക്കണം. അത്രേ ഉള്ളൂ. താങ്കൾ സീരിയൽ രംഗത്ത് വളരെയധികം വർഷങ്ങളായി സജീവമായിട്ട് ഉള്ള ആളാണ്. ചില സിനിമകളിൽ നായകനായി അഭിനയിച്ചു, കുറെ സിനിമകളുടെ ഭാഗമായി പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയുണ്ടായി. താങ്കളുടെ വരാനിരിക്കുന്ന പ്രൊജക്ടുകളെ കുറിച്ചൊന്ന് പറയാമോ? സീരിയലായിരുന്നു ഒരു കാലത്ത്. അപ്പോ അന്ന് ഞാൻ വിചാരിച്ച പോലെ സിനിമകൾ വന്നില്ല. അതുകൊണ്ട് സീരിയലിൽ നിൽക്കാം, അവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനെ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു. വളരെയധികം വിജയം അവിടെ ആയിരിക്കാം ചെയ്തൊക്കെ നല്ലപോലെ പോയി ജനങ്ങൾ സ്വീകരിച്ചു. 2006 ആയപ്പോൾ ഞാൻ തീരുമാനം മുമ്പേ മനസ്സിലുണ്ടായിരുന്നു, അതൊക്കെ സീരിയൽ രംഗം വീഴാം, എന്നാൽ സീരിയൽ നിങ്ങൾ സിനിമ കിട്ടില്ല. 2006 ഞാൻ ഇവിടെ വിട്ട് ഞാൻ തമിഴ്നാട്ടിലേക്ക് പോയി മദ്രാസിൽ സെറ്റിൽ ചെയ്തു. അവിടെ ചെന്ന് ഇനിഷ്യലി എനിക്ക് അങ്ങനെ വിചാരിച്ച പോലെ വന്നില്ല. പക്ഷെ പതുക്കെ തമിഴ് സിനിമ വരാൻ തുടങ്ങി. ആദ്യ ചിത്രം കാവലൻ എന്നുള്ള സിനിമയായിരുന്നു. കാവലന്റെ ചെറുതാണെങ്കിലും വളരെ ശ്രദ്ധിക്കപ്പെട്ട വേഷം, നാസിന്റെ ബ്രദറിന്റെ ക്യാരക്ടർ. പടവും വൻ വിജയമായതുകൊണ്ട് നമ്മളിത് ശ്രദ്ധിച്ചു. അതിനുശേഷം മഴക്കാലത്ത് ചെറിയ പടം റിലീസായിട്ടാവാൻ പോകുന്നു. അതിനെ തുടർന്ന് വിക്രത്തിന്റെ പടം ദൈവ തിരുമകൾ മകൻ എന്നായിരുന്നു അന്ന് മാറ്റിയിട്ടുണ്ട് പേര്. അത് ജൂൺ ആദ്യവാരം റിലീസ് ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അതിലെ വളരെ പടത്തിന്റെ ഒരു പിവറ്റൽ ക്യാരക്ടർ ആണ് ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. മനോഹരമായൊരു മലയാളിയായ മലയാളി തമിഴ്നാട്ടിൽ സെറ്റ് ചെയ്ത വീട്ടിൽ വിക്ടർ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെയാണ്. അതിന്റെ നായകന്റെ കെയർടേക്കർ ക്യാരക്ടറാണ് പടത്തിലെ ഒരു മുഴുവനുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുക. അപ്പോ എന്റെ ഒരു ഇഷ്ടം സീരിയൽ മോശമല്ല, എങ്കിൽ സീരിയൽ ചെയ്യാവുന്നതൊക്കെ ചെയ്തു. ഇനി എന്റെ ആഗ്രഹങ്ങളുണ്ട്, സിനിമയിൽ പലതും ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കും. അതനുസരിച്ച് വരും. കാരണം ഇപ്പോ മെൻവിലാസം ചെയ്തിരിക്കുന്നു, ഒരു ഉണർവുണ്ടാക്കിയിട്ടുണ്ട്. ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള പടം കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിന്റെ ബീഡിക്കപ്പോൾ എന്നെ തുടർന്ന് മുന്നോട്ട് നയിക്കാൻ എന്നെ സഹായിക്കുന്നതാണ് എന്റെ വിശ്വാസം. തമിഴില് ഇപ്പോ പറഞ്ഞോളൂ. അപ്പൊ തമിഴിലാണെങ്കിൽ ഇപ്പൊ ഈ പടത്തിന്റെ റിലീസിംഗായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്, ഈ ദൈവ തിരുമകൾ. അതോടൊപ്പം തന്നെ ബില്ല 2 എന്നൊരു പടം, അതിന്റെ ഷൂട്ടിംഗ് മെയില് തുടങ്ങുമ്പോൾ ജൂണിലേക്ക് മാറ്റിയിരിക്കുന്നു. നമ്മുടെ ഇലക്ഷൻ സംബന്ധമായിട്ടുള്ള സിനിമകൾക്കൊക്കെ ഒരു ചെറിയ തടസ്സം വരുന്നുണ്ട്. ഉടൻ തന്നെ ആരംഭിക്കും ജൂൺ. അതാണ് അടുത്ത പ്രോജക്ട്. മലയാളത്തിൽ ഇത് പറഞ്ഞു വെച്ചിരിക്കുന്ന കൃത്യമായി എനിക്ക് ഒരു പ്രോജക്റ്റും പറയാനില്ല. മലയാളത്തിൽ മലയാള സിനിമയിൽ താങ്കൾക്ക് തമിഴിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മലയാളത്തിൽ വേണ്ടത്ര അവസരങ്ങൾ താങ്കൾക്ക് ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ലഭിക്കുന്നില്ല എന്നൊരു പരിഭവം താങ്കൾക്കുണ്ടോ? പരിഭവം പറയുന്നില്ല, സംഭവം ശരിയാണ്. ഞാൻ വിചാരിച്ച ഒന്നും കിട്ടിയില്ല, അത് ശരിയാണ്. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി സീരിയലില് അധികമായി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഇവിടെ നല്ല ഏത് സ്ഥലത്താണെങ്കിലും സിനിമക്കാർ വിളിക്കില്ല. അതിന് കാരണമുണ്ട്. കാരണം ടു എക്സ്പോസ്ഡ് എന്ന് പറയും. കാരണം സീരിയലിൽ ഡെയിലി 2 സീരിയൽ 3 സീരിയൽ ചെയ്യുമ്പോൾ എപ്പോൾ ഇത് ഓൺ ചെയ്ത് നാളെ കാണുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അതിനെ വിളിക്കാൻ താല്പര്യം കാണിക്കില്ല. കാരണം സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന മുഖത്തെ പെട്ടെന്ന് പോസ്റ്ററിൽ സിനിമ അടിച്ചു കഴിഞ്ഞാൽ സീരിയലാണ് സിനിമ തോന്നിപ്പോകുമായിരിക്കാം എന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ പിന്നീട് പലപ്പോഴും ഇങ്ങനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഇന്ന് സീരിയലിലുള്ള പലരും അതേസമയം സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു കാലത്ത് പണ്ട് നോക്കിയാൽ ഷാറൂഖ് ഖാൻ ആയാലും മനോജ് ഭീമൻ ഇവരൊക്കെ സിനിമയിൽ ഇതിൽ നിന്ന് വന്നവരാണ്, സീരിയലിൽ നിന്ന് വന്നവർ. പക്ഷെ എനിക്കത് അവരെ റൈറ്റ് ടൈം സീരിയൽ വിട്ട് സിനിമയിലേക്ക് പോയി തോന്നുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടെ ഒരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആയിരുന്നു എനിക്കറിയാം. ഞാൻ സീരിയൽ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായിരിക്കാം ഒരു കാലത്ത് തന്നെ അവർ വിളിക്കാത്തെന്ന് തോന്നുന്നു.
എന്തായാലും വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. മേൽവിലാസം പോലെ ആളുകൾ ഇഷ്ടപ്പെടുന്ന നല്ല ചിത്രങ്ങളുടെ ഭാഗമാകുവാൻ താങ്കൾക്ക് കഴിയട്ടെ. മലയാളത്തിലും തമിഴിലും ഒക്കെ നല്ല വേഷങ്ങൾ താങ്കളെ തേടിയെത്തട്ടെ എന്ന് ഫോറം കേരളത്തിന് വേണ്ടി ആശംസിക്കുന്നു. വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച്. എന്നോടൊപ്പം നിങ്ങൾ എന്നെ വിഷയതുപോലെ നിങ്ങൾക്ക് ഫോറത്തിന്റെ എല്ലാ ഇതിന് റീഡേഴ്സ് ആരാണെന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. താങ്ക് യു.